ശക്തമായ വേനൽ ചൂടിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടും കഴിഞ്ഞ് വിജയം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കനത്ത മത്സരം നടന്നു. എല്ലാ മുന്നണികളും വിജയം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും എത്രമാത്രമാണ് പരിശ്രമിച്ചത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കേവലം 3 ആഴ്ച മാത്രമാണ് ലഭിച്ചത്. അതിനിടയിൽ എല്ലാവരും വീടാന്തരൊക്കെ കയറിറങ്ങി വലിയ പ്രചരണങ്ങളൊക്കെ നടത്തി വിജയം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അനന്തമായ ലോകമുണ്ട്, ആഖിറമാകുന്ന ലോകം വരാനുണ്ട്. അവിടെ ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അല്ല, പ്രതീക്ഷിച്ചേ പറ്റൂ. അവിടെ നമുക്ക് വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് എത്രമാത്രം നാം ആ വിജയത്തെ പ്രതീക്ഷിച്ച് അധ്വാനിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, താൽക്കാലികമായ ഒരു സ്ഥാനമാണ് MP എന്ന് പറയുന്ന, അല്ലെങ്കിൽ MLA എന്നൊക്കെ പറയുന്ന പോസ്റ്റ്. പക്ഷേ അതുകൊണ്ടായില്ല. അനന്തമായ ലോകത്ത്, സ്വർഗീയ ലോകത്ത് നമുക്ക് സ്ഥാനം കിട്ടിയെങ്കിലേ, നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തണം എങ്കിൽ നമ്മൾ വിജയിച്ചു. ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞു, ശാശ്വതമായ വിജയം. ശാശ്വതമായ വിജയം അതെങ്ങനെയാണ്? അൽ ഫൗസു ബിൽ ജന്ന വൻ നജാത്തു മിനൻ നാർ. ഖുർആൻ പറഞ്ഞു, ഫമൻ സുഹസിഅ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. യഥാർത്ഥ വിജയം അത് സ്വർഗ്ഗ പ്രവേശനത്തിലൂടെ സാധ്യമാവുകയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ തന്നെയാണ് വിജയിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാഹു നമ്മെ ഇരുലോക വിജയികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വലിയ വിജയം നമുക്ക് ലഭിക്കാൻ അതിപ്രധാനമാണ് ഇഖ്ലാസ്. ഇന്നത്തെ ഖുതുബയിൽ ഊന്നൽ ചെയ്ത് നാം സംസാരിച്ചത് ഇഖ്ലാസിനെ കുറിച്ചാണ്, ആത്മാർത്ഥതയെ കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്ന അമലി ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ നിസ്കാരവും, നമ്മുടെ നോമ്പും, നമ്മുടെ സുഹൃതങ്ങളും, നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും. അത് സാമൂഹിക സേവന പ്രവർത്തനങ്ങളായാലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം. ഇൻ കേസ് എന്തെങ്കിലും മറ്റു ഭൗതികമായ താല്പര്യങ്ങൾ നമ്മുടെ സുഹൃതങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കയറി കൂടിയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ഒരൊറ്റ സംഭവം അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ഇഹ്യാഉൽ ഉലൂമിൽ രേഖപ്പെടുത്തുകയാണ്, അങ്ങ് ബനൂ ഇസ്രായേൽ ഒരു സഹോദരനുണ്ട്, സ്വാത്വികനാണ്, നല്ലവനാണ്. അദ്ദേഹം കേൾക്കുകയാണ്, ഈ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഒരു വൃക്ഷത്തെയാണ് ആരാധിക്കുന്നത്, ഒരു മരത്തെ ആരാധിക്കുകയാണ്. മരത്തെ ആരാധിക്കാൻ പാടില്ലല്ലോ, അല്ലാഹുവിനല്ലേ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് ആ മരം ഞാൻ വെട്ടുകയാണ്. ആ മരം വെട്ടാൻ വേണ്ടി അദ്ദേഹം അതിനാവശ്യമായ കോടാലിയും സംവിധാനം എല്ലാം എടുത്തുകൊണ്ട് ആ മരം വെട്ടാൻ വേണ്ടി പുറപ്പെടുകയാണ്. ജനങ്ങൾ മരത്തെ ആരാധിക്കാൻ പാടില്ല, ഇലാഹായ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ട് മരം കഷ്ണം കഷ്ണമായി വെട്ടിമുറിച്ചെങ്കിൽ മാത്രമേ ആ മരത്തോടുള്ള ആരാധന അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അയാൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പിശാച് എന്ത് ചെയ്തു? ശൈത്താൻ എന്ത് ചെയ്തു? ഒരു മനുഷ്യന്റെ വേഷമൊക്കെ ധരിച്ച്, ഒരു മനുഷ്യന്റെ വേഷം ധരിച്ച് വഴിയിൽ നിന്നുകൊണ്ട് ഉപദേശിച്ചു, നിങ്ങൾ പോകണ്ട. എവിടുക്ക നിങ്ങൾ പോണ്? അപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു മരം വെട്ടാൻ പോവാണ്, ജനങ്ങൾ ആ മരത്തെ ആരാധിക്കുകയാണ്. ഇബ്ലീസ് പല വിധത്തിൽ പറഞ്ഞു നോക്കി, പിന്മാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി, പക്ഷെ അദ്ദേഹം മാറുന്നില്ല. ഞാൻ വെട്ടിയേ അടങ്ങുകയുള്ളൂ എന്ന് പറയുകയാണ്. അവസാനം ഏറ്റുമുട്ടലിൽ കലാശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ ഉപദേശിച്ചാൽ പോരെ, ജനങ്ങൾ ക്രമേണ ആ മരത്തെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്മാറിയേക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ അദ്ദേഹം അടങ്ങിയില്ല. അവസാനം സംഘടനത്തിൽ ഏർപ്പെടുകയാണ്. സംഘടനത്തിൽ ഏർപ്പെടുന്നു. ആ സംഘടനത്തിൽ സാക്ഷാൽ ആ മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ വിജയിക്കുകയാണ്. വീണ്ടും അദ്ദേഹം തന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശൈത്താൻ അടുത്ത അടവ് പ്രയോഗിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ മരം മുറിക്കല്ലേ, ഞാൻ നിനക്ക് എല്ലാ ദിവസവും 2 ദിർഹം, 2 നാണയത്തുട്ട് എല്ലാ ദിവസവും നിന്റെ തലയണയുടെ അടിയിൽ ഞാൻ നിനക്ക് എത്തിച്ചു തരാം. ഓക്കെ, സമ്മതാണോ? ഓക്കെ. അങ്ങനെ നേരം പുലർന്നു. അദ്ദേഹം തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയാണ്. 1-2 ദിവസങ്ങൾ അദ്ദേഹത്തിന് തന്റെ കിടപ്പറയിൽ നിന്ന്, തന്റെ തലയുടെ ചുവട്ടിൽ നിന്ന് നാണയത്തുട്ടുകൾ ലഭിക്കുകയാണ്. പക്ഷെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് അങ്ങനെയുള്ള നാണയത്തുട്ട് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും ഇറങ്ങി തന്റെ കയ്യിൽ കോടാലി എടുത്ത് തന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ വീണ്ടും ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയാണ്, ഏറ്റുമുട്ടുകയാണ്. ആ ഏറ്റുമുട്ടത്തിൽ ശൈത്താൻ വിജയിക്കുകയാണ്, അദ്ദേഹം പരാജയപ്പെടുകയാണ്. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വിജയിച്ചത്? ഈ സംഘടനത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് വിജയിച്ചു? സാക്ഷാൽ ശൈത്താൻ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, ആദ്യം നീ പുറപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു.
കൊണ്ടായിരുന്നു ആ മരം വെട്ടിമുറിക്കാൻ വേണ്ടി നീ പുറപ്പെട്ടത്. അതുകൊണ്ട് നിന്നോട് ഏറ്റുമുട്ടിയപ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോയി. രണ്ടാമത് നീ ഇറങ്ങി പുറപ്പെട്ടത് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നാണയത്തൊട്ട് ലഭിക്കാതിരുന്നപ്പോഴാണ്. നിന്റെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. പ്രിയപ്പെട്ടവർ, അങ്ങ് ബനൂ ഇസ്രായേൽ നടന്ന ഈ സംഭവം ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് സുഹൃതങ്ങളാണെങ്കിലും അവിടെ ഒരു നിലക്കുള്ള ഭൗതികമായ താല്പര്യങ്ങൾ കടന്നു വരാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ചെയ്തെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാനും വിജയം നേടാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ഖിലാസ് അത് നാം ചെയ്യുന്ന അമലിന്റെ ആത്മാവാണ്. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെ ആത്മാവാണ്. റൂഹുൽ അമൽ എന്നാണ് ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. മാത്രമല്ല വഅസ്ലുൽ ഈമാൻ, ഈമാനിന്റെ അടിവേരാണ്. ഈമാനിന്റെ അടിവേരാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങി നാം ചെയ്യുന്ന ഓരോ സുഹൃതങ്ങളും ഈമാനിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളാണെങ്കിൽ ആ നോമ്പും ഹജ്ജും നിസ്കാരവും എല്ലാം സ്വീകരിക്കപ്പെടുന്നത് ഇഖ്ലാസ് ആകുന്ന അടിവേരുണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ എത്ര വലിയ മരമായിട്ടും കാര്യമില്ല, എത്ര വലിയ വടാവൃക്ഷമായിട്ടും കാര്യമില്ല, ഒരു ചെറിയ കാറ്റടിക്കുമ്പോഴേക്കും അത് മറിഞ്ഞു വീഴുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി നാം ജീവിക്കുക. എന്ത് നാം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം നാം ചെയ്യുക. അള്ളാഹു തആല മുഖ്ലിസീങ്ങളായ അവന്റെ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.